10,000 mAh ഈ ഒരു പവർ ബാങ്ക് ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്റർ വാങ്ങിയതാണ്. കാണാൻ അത്യാവശ്യം തരക്കേടില്ലാത്ത കോമ്പാക്റ്റ് ഡിസൈനിലുള്ള ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുക വഴി അന്ന് അവൾക്ക് സംഭവിച്ചത് വളരെ വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ഷവോമിയുടെ പോക്കറ്റ് സീരീസ് പവർ ബാങ്കിനോട് സാമ്യം തോന്നുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റിൽ അവർ MIയുടെ ഒരു സിമ്പലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് പാക്ക് ചെയ്ത് വന്നതും ഷവോമിയുടേതെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ഒരു പാക്കേജിലായിരുന്നു. അതായത് ഇതൊരു ഫേക്ക് പ്രോഡക്റ്റ് ആയിരുന്നു. പക്ഷേ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കിത് ഷവോമിയുടേതല്ലെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 10,400 mAh എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് ഉപയോഗിച്ച് ഒരു ഫോൺ ചാർജ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു 20% പോലും ഫോൺ ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ചാർജ് നിശേഷം തീർന്നു പോകും. അതായത് 10,000 പോയിട്ട് ഒരു 1,500 mAh കപ്പാസിറ്റി പോലും ഈ ഒരു പ്രോഡക്റ്റിന് ഇല്ല. ഇത് അന്ന് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നു ഇതിൻ്റെ ഉൾഭാഗം. നിങ്ങൾക്ക് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ പവർ ബാങ്കിൻ്റെ വീഡിയോ എന്തിനാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ അവൻ്റെ കയ്യിൽ നിന്നും വീണ്ടും ഈ പവർ ബാങ്ക് തിരികെ വാങ്ങിയത്. ഒന്നാമത്തെ കാരണം, ഇനി മറ്റൊരാളും ഇങ്ങനെ കബളിപ്പിക്കപ്പെടരുത്. നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് 10,000 mAh അല്ലെങ്കിൽ 10,400 mAh അല്ലെങ്കിൽ പോക്കറ്റ് പവർ ബാങ്ക് എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇതേ പ്രോഡക്റ്റ് പല ബ്രാൻഡ് നെയിമിൽ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം. നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യണമെന്ന് അറിയിക്കുന്നു. മറ്റുള്ളവർക്കും അത് പ്രയോജനപ്പെടും. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ₹1 പോലും ചിലവില്ലാതെ ഞാൻ ഇതിനെ ഒരു കപ്പാസിറ്റിയുള്ള പവർ ബാങ്ക് ആക്കി അവന് തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം സക്സസ് ആവും എന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു രണ്ടാമത്തെ പാർട്ടായിട്ട് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു പവർ ബാങ്ക് തുറക്കുമ്പോൾ എന്തായിരിക്കും നമ്മൾ അതിനകത്ത് പ്രതീക്ഷിക്കുക? കുറേ ബാറ്ററി അടുക്കി വെച്ചേക്കുമായിരിക്കും അല്ലേ? കാരണം 10,000 mAh തരേണ്ടതാണ്. ഞാനിതൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളണം, പിന്നീട് കണ്ടില്ല എന്ന് പറയരുത്. ഇതാ ഒരു തെർമോകോൾ പീസ്. ഇത് അകത്ത് ഷേക്ക് വരാതിരിക്കാനാണ് വെച്ചേക്കുന്നത്. ഷേക്ക് വരാൻ സാധ്യതയുള്ള സാധനം അതിൻ്റെ തൊട്ടടിയിൽ തന്നെ ഉണ്ട്. ഞാനത് ഇളക്കി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് വെറുമൊരു ഇരുമ്പ് കഷ്ണമാണ്. ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ച് ഇതിനകത്ത് ഒട്ടിച്ച് വെച്ചിരുന്ന ഒരു ഇരുമ്പ് കഷ്ണം. ഈ പവർ ബാങ്ക് കയ്യിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും വെയിറ്റ് കുറവാണെന്ന് തോന്നരുത്. എങ്കിൽ അത് സംശയം വരും അല്ലേ? കാരണം ബാറ്ററിക്ക് വെയിറ്റ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇരുമ്പ് കഷ്ണം അവിടെ വെച്ചിരുന്നത്. ഇതിൽ ചാർജ് സ്റ്റോർ ചെയ്ത് നിൽക്കാനായിട്ട് ആകെയുള്ളത് ഈ ഒരു ഒറ്റ സെല്ല് മാത്രമാണ്. 3.7 വോൾട്ട് 1200 mAh ഈ ഒരു സെൽ അഥവാ ബാറ്ററി. ഈ ഒരു പാക്കേജിനകത്ത് ഇതുപോലത്തെ 4 ബാറ്ററി വയ്ക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. പക്ഷേ അതിന് പകരം അവർ ഇരുമ്പ് കഷ്ണമാണ് വെച്ചിരുന്നത്. ഇനി ഇതുപോലത്തെ 4 ബാറ്ററി വെച്ചാൽ പോലും 1200 × 4 ദാറ്റ് ഈസ് 4,800, അതായത് 4,800 mAh മാത്രമേ ഇതിന് കപ്പാസിറ്റി ഉണ്ടാവൂ. അതും 3.7 വോൾട്ടിലാണ്. നമുക്കറിയാം മൊബൈൽ ചാർജ് ആവാൻ 5 വോൾട്ട് മിനിമം വേണം. അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി വീണ്ടും കുറയും. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒരുവിധം വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ ഇതിനെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. അത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ ഊഹിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് ഉറപ്പായും കമൻറ്റ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ തന്നെ രണ്ടാമത്തെ പാർട്ട് അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. അതുവരെ ഗുഡ് ബൈ.